بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാൻ നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളിലും അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർത്ത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പണിയെടുത്ത് അതിനുവേണ്ടി സമയം ചിലവഴിച്ച് ആഖിറം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സൂറത്ത് യാസീനിലെ 6 ആയത്തുകൾ നമ്മൾ പൂർത്തിയാക്കി. അവസാനം ഓതിയ ആയത്ത്, കഴിഞ്ഞ ആഴ്ച ഓതിയ ആയത്ത് ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. മക്കത്തെ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ആയത്താണ്. പ്രവാചകരെ, അങ്ങേക്ക് നമ്മൾ ഈ ഖുർആൻ അവതരിപ്പിച്ച് നൽകിയത് അവർക്ക് ഉത്ബോധനം നൽകാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ്. ആർക്ക്? അതിൻ്റെ മുമ്പ് ഒരു പ്രവാചകനും വന്നിട്ടില്ലാത്ത ഒരു സമൂഹത്തിലേക്ക്. അവർ ആഖിറത്തെ സംബന്ധിച്ചും അള്ളാഹുവിനെ സംബന്ധിച്ചും അശ്രദ്ധവാന്മാരായി ജീവിക്കുന്ന അവസരത്തിൽ അതിനുശേഷം അള്ളാഹു പറയാണ്, അഥവാ ഇനി സംസാരിക്കാൻ പോകുന്നത് ഈ ഖുർആൻ്റെ ആയാത്തുകൾ, റസൂലിൻ്റെ ഹദീസുകൾ, ഇതൊന്നും കേട്ടിട്ട് ഉപകാരപ്പെടാത്ത മനസ്സുകളെ സംബന്ധിച്ചാണ്. എത്ര കേട്ടാലും അത് മനസ്സിലേക്ക് എടുക്കാൻ കഴിയാത്തൊരു വിഭാഗം ആൾക്കാർ. അള്ളാഹിൻ്റെ റസൂൽ എന്നെ നേരിട്ട് താക്കീത് നൽകിയാലും മുന്നറിയിപ്പ് നൽകിയാലും അത് ഉപയോഗപ്പെടാത്തൊരു മനസ്സ്, എത്ര ഉപദേശങ്ങൾ കേട്ടാലും സ്വീകരിക്കാൻ കഴിയാത്തൊരു മനസ്സ്, എത്ര ഖുർആൻ്റെ ആയാത്തുകൾ ഓതി കേൾപ്പിച്ചാലും അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മനസ്സ്, അങ്ങനെയുള്ള മനസ്സിൻ്റെ ആൾക്കാരെ സംബന്ധിച്ചാണ് ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അഥവാ ഖുർആൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഖുർആൻ്റെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത, റസൂലിൻ്റെ ഹദീസുകൾ പറഞ്ഞാൽ, ആഖിറത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അതൊന്നും മനസ്സിന് ഒരു രീതിയിലും സ്വാധീനം ചെലുത്താത്ത ചില മനസ്സിൻ്റെ ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്, ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. പ്രവാചകരെ, ലഖദ് ഹഖൽ ഖൗലു, അള്ളാഹുവിൻ്റെ വാക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നു, അള്ളാഹുവിൻ്റെ തീരുമാനം യാഥാർത്ഥ്യമായിരിക്കുന്നു. അലാ അക്സരിഹിം, അവരിൽ അധിക ആൾക്കാരുടെ വിഷയത്തിലും, അവരിൽ അധിക ആൾക്കാരുടെ വിഷയത്തിലും അള്ളാഹുവിൻ്റെ തീരുമാനം വന്നു കഴിഞ്ഞു. അവരെന്തെയില്ല? ഫഹും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. അവരുടെ മനസ്സ് അങ്ങനെ അടഞ്ഞു പോയിട്ടുണ്ട്. പിന്നീട് അള്ളാഹു അവരുടെ അവസ്ഥയെ സംബന്ധിച്ച് പറയാണ് ശേഷമുള്ള ആയത്തുകളിൽ, ഇന്നാ ജഅൽനാ, നാം ആക്കി, ഫീ അഅനാഖിഹിം, അവരുടെ കഴുത്തുകളിൽ നാം ആക്കി, അഗ്ലാലൻ, ആമങ്ങൾ, പൂട്ടുകൾ, ഫഹിയ ഇലൽ അദ്ഖാനി, ആ ആമങ്ങൾ, പൂട്ടുകൾ, ഇലൽ അദ്ഖാനി, അവരുടെ താടിയല്ല് വരെ ഉണ്ട്. ഫഹും മുഖ്മഹൂൻ, അവർ തല മുകളിലോട്ട് ഉയർത്തിപ്പിടിച്ചവരായിരിക്കെ, അവർക്ക് എന്തെയില്ല, ആ തല വലത്തോട്ടോ അല്ല ഇടത്തോട്ടോ തിരിക്കാൻ കഴിയാതെ 2 കൈകളും കഴുത്തിനോട് ചേർത്ത് വെച്ച് കഴുത്തിൽ ആമം അണിയിച്ചവർ, അവർക്ക് എന്തെയില്ല, തല തിരിക്കാൻ കഴിയില്ല. അള്ളാഹു എന്തിനാണ് ഉപമിച്ചത്? അവർക്കിടയിൽ ഖുർആൻ്റെ ആയാത്തുകൾ പറഞ്ഞാൽ, ഹദീസുകൾ പറഞ്ഞാൽ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അവർക്ക് കഴിയില്ല. ആ രീതിയിൽ മനസ്സ് കല്ലായവർ, മനസ്സിൽ ദലാലത്ത് നിറഞ്ഞവർ. വജഅൽനാ മിൻ ബൈനി ഐദീഹിം, അവർക്ക് മുമ്പിൽ നാം ആക്കി, വമിൻ ഖൽഫി മിൻ ബൈനി ഐദീഹിം സദ്ദ, അവർക്ക് മുമ്പിൽ ഒരു മറയെ നാം ഉണ്ടാക്കി, വമിൻ ഖൽഫിഹിം സദ്ദ, അവർക്ക് പിറകിലും നാം ഒരു മറയുണ്ടാക്കി, ഫഅഗ്ശൈനാഹും, അവരെ നാം മൂടിക്കളഞ്ഞു, അവരെ നാം മൂടിക്കളഞ്ഞു, ഫഹും ലാ യുബ്സിറൂൻ, അവർ ഒന്നും കണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തവരായി, അവർക്ക് കണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ അവരെ നാം ആക്കി. അത് അള്ളാഹിൻ്റെ ഭാഗത്തുള്ള ശിക്ഷയാണ്.
ഇത് ഒരു വിഭാഗം ആൾക്കാരെ സംബന്ധിച്ച് അള്ളാഹ് പറയുന്ന വാക്കാണ്. ചില ആൾക്കാർക്ക് ഖുർആൻ എത്ര ഓതിക്കൊടുത്താലും അവിടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവർക്ക് മനസ്സിലാവും, ഈ പറയുന്നത് വളരെ വ്യക്തമായിട്ട് അവർക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്, അവർക്ക് തിരിയുന്നുണ്ട്, പക്ഷേ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആൾക്കാർ. അത് അള്ളാഹിൻ്റെ തീരുമാനം വന്നു കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, ഒരു രക്ഷയില്ല. റസൂലിൻ്റെ ഹദീസുകൾ പറഞ്ഞു കൊടുത്താൽ, ആഖിറത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ, കുറേ ഉപദേശങ്ങൾ നൽകിയാലും ആ മനസ്സിന് യാതൊരു കുലുക്കം ഉണ്ടാവില്ല, ഒരു ചിന്ത പോലും ഉണ്ടാവില്ല. അത് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ ശിക്ഷയാണ്. ദീൻ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക എന്നുള്ളത്. അള്ളാഹു കാക്കട്ടെ, നമ്മളെയും നമ്മളെ കുടുംബക്കാരെയും നമ്മുടെ നാട്ടുകാരെല്ലാം അള്ളാഹ് കാക്കട്ടെ. ഖുർആൻ്റെ ആയാത്തുകൾ കേട്ടാൽ, പുതിയ പുതിയ ഇൽമുകൾ കേട്ടാൽ അതിനനുസരിച്ച് ചിന്തിക്കാനും മാറാനും അള്ളാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ ആൾക്കാരുണ്ട് ഖുർആൻ്റെ ആയത്തുകൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും, തൗഹീദ് പല രീതിയിലും വ്യക്തമായി കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ. അള്ളാഹിൻ്റെ തൗഫീഖ് ഉയർത്തപ്പെട്ടവരാണ്. അതാണ് ഈ പറഞ്ഞ ആൾക്കാർ. ലഖദ് ഹഖൽ ഖൗലു അലൈഹിം, ലഖദ് ഹഖൽ ഖൗലു അല അക്സരിഹിം. അവരിൽ അധിക ആൾക്കാരിലും അള്ളാഹുവിൻ്റെ ആ വാക്ക് യാഥാർത്ഥ്യമായിരിക്കും. അള്ളാഹു കാക്കട്ടെ. ഇപ്പോൾ ഖുർആൻ എടുത്താൽ മതിയല്ലോ. സ്ത്രീകളുണ്ടെങ്കിൽ ഖുർആൻ എടുത്ത് മുമ്പിൽ വെച്ചാൽ അവർക്കത് ഉൾക്കൊള്ളാൻ എളുപ്പമായിരിക്കും. ഖുർആൻ എല്ലാത്തിലും മൊബൈലിൽ ഖുർആൻ എടുത്ത് വെച്ചാലും മതി. ഖുർആൻ എടുക്കാൻ പ്രയാസമുള്ള ആൾക്കാർ മൊബൈലിൽ ഖുർആൻ എടുത്ത് വെച്ചാലും അത് നോക്കാൻ എളുപ്പമായിരിക്കും, അപ്പം ഉൾക്കൊള്ളാൻ കഴിയും പെട്ടെന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരടിമ ഒരു തെറ്റ് ചെയ്തു. അങ്ങനെ തെറ്റ് ചെയ്താൽ നുകിതത് ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ, അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. നമ്മളെ സംബന്ധിച്ചാണ് പറയുന്നു, മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത്. കാഫിറുകളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ആദ്യം തൗഹീദിലേക്ക് വരണം, എന്നാലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. ഇനി ഫഇൻ താബ വനസഅ വസ്തഗ്ഫറ, ആ തെറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് വല്ലാതെ പ്രയാസമായി, മനസ്സിന് ഒരു അസ്വസ്ഥമായി, ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ ചെയ്തല്ലോ. സ്വാഭാവികമായിട്ടും ഒരു മുഅ്മിനിൻ്റെ മനസ്സിന് വേദന ഉണ്ടാവും. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്താൽ, ഹറാമ് ചെയ്താൽ, നിഷിദ്ധമായ കാര്യം ചെയ്താൽ മുഅ്മിനിൻ്റെ മനസ്സിന് വല്ലാത്ത വേദന ഉണ്ടാവും. ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ ഞാൻ ചെയ്തത്, എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ടല്ലോ, എൻ്റെ റബ്ബ് എന്നോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം റബ്ബ് നോക്കിയിരിക്കെ, റബ്ബ് കണ്ടിരിക്കെ ഞാൻ ചെയ്തു എന്നൊരു ഖേദപ്രകടനം, ഒരു മനസ്സിന് അസ്വസ്ഥത, അത് മുഅ്മിനിൻ്റെ സ്വഭാവമാണ്. അങ്ങനെ അസ്വസ്ഥമായിട്ട് അവൻ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് ആ പാപത്തിൽ നിന്നും പൂർണ്ണമായിട്ട് മുക്തമായാൽ സുഖില ഖൽബുഹു, അവൻ്റെ ആ ഹൃദയത്തിലുള്ള കറുത്ത പുള്ളി ശുദ്ധിയാക്കപ്പെടും. എന്നിട്ട് റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓൻ തൗബ ചെയ്തില്ല. ഈ പറഞ്ഞ വാക്കട്ടോ, ശ്രദ്ധിക്കണം, ഈ ആയത്തും ഈ ഹദീസും തമ്മിലുള്ള ബന്ധം. ഓൻ തൗബ ചെയ്തില്ല, മറിച്ച് വഇൻ സീദ, ആ തെറ്റ് വീണ്ടും വീണ്ടും അവൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെട്ടു. എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്താ യഅലുവ ഖൽബഹു, ആ തെറ്റ്, ആ കറുത്ത പുള്ളി അവൻ്റെ ഹൃദയത്തെ മൂടി. കാരണം തൗബയില്ല, ഇസ്തിഗ്ഫാറില്ല, അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഓർമ്മയില്ല, ആഖിറത്തെ സംബന്ധിച്ചുള്ള ഓർമ്മയില്ല. വീണ്ടും വീണ്ടും ആ തെറ്റ് അവൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. അതൊരു ശിക്ഷയാണ്. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ ഓർക്കുക, അള്ളാഹുവിൻ്റെ ഒരു പിടുത്തത്തിന് നാം തയ്യാറായിക്കൊള്ളണം. അള്ളാഹു നമ്മളൊരു പിടുത്തം പിടിക്കാൻ കാത്തിരിക്കുകയാണ്. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹ. അള്ളാഹു അടിമകളെ പരീക്ഷിക്കുന്നത് ഒരു തെറ്റിൻ്റെ ശിക്ഷ എന്താണ്? അതേപോലെ തെറ്റ് വീണ്ടും വീണ്ടും അവൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കലാണ്. ഒരു ഹറാമ് നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് അള്ളാഹിൻ്റെ പരീക്ഷണത്തിൻ്റെ തുടക്കമാണ്. പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങണം, ഇല്ലെങ്കിൽ ആ പരീക്ഷണത്തിൽ നാം പരാജയപ്പെട്ടു, ഉറപ്പാണ്. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹ. ഇത് റസൂൽ പറയാണ്, അവൻ്റെ ആ ഹൃദയം ആ കറുത്ത പുള്ളിയാൽ മൂടപ്പെടും.
അതിനുശേഷം ഹക്ക് ഏത് ബാത്തിലെന്ന് ആ ഹൃദയത്തിന് തിരിച്ചറിയാൻ കഴിയില്ല. ഖുർആൻ്റെ ആയാത്തുകൾ എത്ര ഓതിക്കൊടുത്താലും ആ ഹൃദയത്തിൽ കയറൂല. റസൂലിൻ്റെ ഹദീത്തുകൾ പറഞ്ഞു കൊടുത്താൽ, ആഖിറത്തെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്താൽ ആ ഹൃദയത്തിൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു സ്വാധീനം ഉണ്ടാക്കൂല ഖുർആൻ്റെ ആയാത്തുകളും ഹദീത്തുകളും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ അവസ്ഥയെ സംബന്ധിച്ചാണ് അള്ളാഹു ഖുർആനിൽ സൂറത്തുൽ മുത്തഫിഫീനിൽ പറഞ്ഞത്, കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ല, എല്ലാ പ്രവാചകരെ, കല്ല എന്ന താക്കീദിൻ്റെ വാക്കാണ്. എല്ലാ പ്രവാചകരെ, നിങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലായിട്ടല്ല. നിങ്ങൾ ഏതൊരു ഹക്കിലേക്കാണോ അവരെ ക്ഷണിക്കുന്നത് അത് അവർക്ക് തിരിയാനിട്ടല്ല. നിങ്ങൾ പറയുന്നത് വളരെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല? കല്ല ബൽ റാന അലാ ഖുലൂബിഹിം. അവരുടെ ഹൃദയത്തിൽ അള്ളാഹു സീല് വെച്ചിട്ടുണ്ട്. അവരുടെ ഹൃദയത്തിൽ അള്ളാഹു സീല് വെച്ചിട്ടുണ്ട്. അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ചെയ്തതിൻ്റെ ഫലമായിട്ട്. അത് പ്രിയമുള്ളവരെ, ആ ഒരവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങിക്കോ. കാരണം അത് അള്ളാഹിൻ്റെ പരീക്ഷണത്തിൻ്റെ തുടക്കാണ്. അതിലേക്കാനം കുപ്പുകുത്തിയാൽ പിന്നെ തൗബ ചെയ്ത് തിരിച്ചു വരിക എന്നുള്ളത് വലിയ പ്രയാസമാണ്. അള്ളാഹു കാത്തവരൊഴികെ, അള്ളാഹു അവൻ്റെ ഹിദായത്ത് കൊണ്ട് അവൻ തൗഫീഖ് നൽകിയവരൊഴികെ അല്ലാത്തവർക്ക് തിരിച്ച് കരകയറാൻ വലിയ പ്രയാസമാണ്. നമ്മുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്തു, ഒരു ഹറാമ് ചെയ്തു. ആദ്യമായിട്ട് ഒരു രൂപ, 10 രൂപ കട്ടെടുത്തു. ചെറിയ കുട്ടി ഒരു 10 രൂപ കട്ടു, ഉപ്പാരെ വീശയിൽ നിന്ന് കട്ടു. അവൻ്റെ മനസ്സ് വല്ലാതെ പേടിക്കും, വല്ലാതെ അസ്വസ്ഥമാകും, അല്ലേ? ഓനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത്, ഒന്നും തിരിയില്ല. വല്ലാതെ പ്രയാസമായിരിക്കും. കാരണം ചെയ്യാൻ പാടില്ലാത്ത വലിയൊരു തെറ്റാണ് ചെയ്തത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു 10 രൂപ എടുത്തു. ആദ്യം ഉണ്ടായ അത്ര പേടി ഉണ്ടാവില്ല. മൂന്നാമതും അത് ആവർത്തിച്ചു. ആദ്യം ഉണ്ടായ പേടി ഉണ്ടാവില്ല. പിന്നീട് അതവൻ്റെ ശീലമായിട്ട് മാറും. ആ ഗൗരവം, തെറ്റിൻ്റെ ഹറാമിൻ്റെ ഗൗരവം അവൻ്റെ മനസ്സിൽ നിന്നും എടുക്കപ്പെടും. പിന്നീട് അത് നിർത്തുക എന്നുള്ളത് അവൻ്റെ ശീലമായിട്ട് മാറും. അത് അള്ളാഹിൻ്റെ വലിയ ശിക്ഷയാണ്. ഒരു തെറ്റ് വീണ്ടും വീണ്ടും നമ്മുടെ മേൽ ആവർത്തിക്കപ്പെടുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയ ശിക്ഷയാണ്. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ എന്നാണ്. ഒരു തെറ്റിൻ്റെ ശിക്ഷ അതേപോലത്തെ തെറ്റവൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടലാണ്. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി പറഞ്ഞു, അദ്ദംബു അലാ ദംബ്. ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ജനങ്ങൾക്ക് മുമ്പിൽ മറക്കപ്പെടാൻ, അല്ലെങ്കിൽ അതിനെ സത്യമായി ജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ അതിൻ്റെ പിറകിൽ വീണ്ടും 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 അവൻ്റെ ജീവിതത്തിൽ തെറ്റ് ആവർത്തിക്കപ്പെടും. അള്ളാഹിൻ്റെ പരീക്ഷണം. ചില കാര്യങ്ങൾ, ഹറാമുകൾ, നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഹറാമുകളുണ്ടാവും. നമ്മുടെ ശീലമായിട്ട് മാറിയ ഹറാമുകളുണ്ടാവും. ജീവിതത്തിൽ അങ്ങനെ ഒരു ഹറാം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് അള്ളാഹിൻ്റെ പരീക്ഷണത്തിലാണ് നാം. അള്ളാഹു നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തൗബയുടെ തൗഫീഖ് നമ്മിൽ നിന്നും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങുക. ഇല്ലെങ്കിൽ പിടിക്കപ്പെടും. ഒറ്റ പിടുത്തം പിടിക്കും, ഒരു ദിവസം അതിൽ പരാജയപ്പെടും. പിന്നെ തിരിച്ച് കരകയറാൻ പ്രിയമുള്ളവരെ കഴിയില്ല. കാരണം നമ്മുടെ ഹൃദയം കറുത്ത മാംസപിണ്ഡമായി മാറിയിട്ടുണ്ടാവും. വെറും കറുത്ത മാംസപിണ്ഡം. കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ ഹൃദയത്തിൽ അള്ളാഹു സീല് വെച്ചിട്ടുണ്ടാവും. അതാണ് ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ വിഭാഗം ആൾക്കാർ, അവർക്ക് എന്തില്ല, എത്ര ഓതി കൊടുത്തിട്ടും കാര്യമില്ല, അവർക്ക് മാറാൻ കഴിയില്ല, അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. നമ്മൾ ചില ആൾക്കാർ അല്ലേ, നമ്മൾ ചില ആൾക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ എത്രയോ ഉപദേശിച്ചു, എത്രയോ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആയാത്തുകളും ഹദീസുകളൊക്കെ ഓനക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ ഓന് മാറുന്നില്ല, ഓൻ ചിന്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ മനസ്സിലാക്കിക്കൊള്ളുക, ഓൻ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിലാണ്. കാരണം ഓനിക്ക് പിന്നെ അവൻ്റെ ഹൃദയം കറുത്താൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാൻ കഴിയില്ല. ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ ആ ഹൃദയം കൊണ്ട് കഴിയില്ല. എത്ര ഉപദേശിച്ചാലും ആ ഉപദേശം സ്വീകരിക്കാൻ കഴിയില്ല. പിന്നെ അവൻ്റെ കൂട്ടുകാരും അവൻ്റെ ബന്ധുക്കളും അവൻ്റെ അടുപ്പമുള്ള ആൾക്കാരൊക്കെ ആ രീതിയിൽ ആകപ്പെട്ടവരായിരിക്കും. സ്വാഭാവികമായിട്ടും അവൻ എന്ത് ചെയ്യും, പള്ളിയിൽ നിന്നും നല്ല ആൾക്കാരിൽ, നന്മകൾ പറയുന്ന ആൾക്കാരിൽ നിന്നും അവൻ വിദൂരമാവും. പിന്നെ ഓൻ അടുക്കൽ എവിടത്തേക്കാണ്, അവനെപ്പോലെ തെറ്റുകളിൽ മുങ്ങിക്കുളിച്ച് അള്ളാഹുവിൻ്റെ സ്മരണ, അള്ളാഹുവിൻ്റെ ഓർമ്മ തീരെ ഇല്ലാത്ത ഹൃദയത്തിൻ്റെ ആൾക്കാർ, അവരുടെ കൂടെയൊക്കെ പിന്നെ ഓൻ ഉണ്ടാവുക. ഓനിക്ക് എത്രയായിട്ട് ആ കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റുപാടൊന്ന് കണ്ടുപിടിച്ചാൽ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ കാണാൻ കഴിയും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ മക്കളെയും അള്ളാഹു ഈ ഒരു അവസ്ഥയിൽ നിന്നും കാക്കട്ടെ.
അതിലെങ്ങാനും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരൽ വലിയ പ്രയാസമാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീത്തിലൂടെ നമ്മളെ സൂചിപ്പിക്കുന്നത്. അള്ളാഹു ഖുർആൻ്റെ ഈ ആയത്തുകളിലൂടെ റസൂലിന് അതാണ് പറയുന്നത്. മക്കത്തെ ചില മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് അവർ വിശ്വസിക്കൂല, അത് അള്ളാഹിൻ്റെ തീരുമാനമാണ്, അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ആവർത്തിച്ച് വന്നാൽ അതിൻ്റെ പിറകിൽ കുറേ നഷ്ടങ്ങൾ നമുക്ക് വരാനുണ്ട്. ഒന്ന്, ഇൽമ് തടയപ്പെടും. ഖുർആൻ്റെയും ഹദീസിൻ്റെയും ഇൽമ് തടയപ്പെടും. ഒരാളുടെ ജീവിതത്തിൽ ഹറാമുകൾ ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഖുർആൻ്റെയും ഹദീസിൻ്റെയും ഇൽമ് ആ മനസ്സിൽ നിൽക്കൂല. ഒന്നെങ്കിൽ പഠിക്കുന്നുണ്ടാവും, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടാവും, അത് മനസ്സിൽ നിൽക്കൂല, മനസ്സിലാകൂല. അല്ലെങ്കിൽ ഇൽമിൻ്റെ സദസ്സിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ് ഉയർത്തപ്പെടും. നാട്ടിൽ കുറേ സൗകര്യങ്ങളുണ്ട്, സമ്പ്രദായങ്ങളുണ്ട്, ഇൽമ് പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ. പക്ഷെ ഇവൻ എന്തൊക്കെയോ കാരണങ്ങളാൽ ആ സദസ്സിൽ നിന്നും അതിൻ്റെ ആൾക്കാരിൽ നിന്നും വിദൂരമാക്കപ്പെടുകയാണ്. എന്തുകൊണ്ടാണത്? ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്ന തെറ്റുകൾ കാരണമായിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് എന്തെങ്കിലും ഹറാമുകളുണ്ടെങ്കിൽ ആദ്യമേ നമുക്ക് തടയപ്പെടുന്നത് ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും ഇൽമാണ്. കാരണം പള്ളിയിൽ നടക്കുന്നുണ്ടാവും, ഹദീസ് നടക്കുന്നുണ്ടാവും, ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ടാവും, ഹദീസ് ക്ലാസ് നടക്കുന്നുണ്ടാവും. പക്ഷെ നമുക്കതിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കൂട്ടുകാർ, നമ്മൾ രാവിലെ മുതൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് അവിടെ പങ്കെടുക്കാൻ കഴിയുന്നുണ്ടാവും. അവർ അതിൽ പങ്കെടുത്ത് അവർ അത് അമൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് കഴിയുന്നില്ല, എനിക്ക് അവരുടെ കൂടെ ഇരിക്കാൻ കഴിയുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഇൽമിൻ്റെ സദസ്സാകുമ്പോഴേക്കും ഞാൻ വേറെ ഏതെങ്കിലും ഷുഗുലായിപ്പോയി, ഞാൻ വേറെ ഏതെങ്കിലും ആയിപ്പോയി, പെട്ടുപോയി. എന്തുകൊണ്ടാണ്? നിൻ്റെ ഹൃദയത്തിൽ ആവർത്തിച്ച് വരുന്ന തെറ്റിൻ്റെ കറകൾ അധികരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ ഉസ്താദാണ് ആര്? ഇമാം മാലിക് റഹിമഹുല്ല. ഇമാം മാലിക് റഹിമഹുല്ലയുടെ സദസ്സിലേക്ക് ഇമാം ഷാഫി റഹിമഹുല്ല വന്നപ്പോൾ ആദ്യമേ കാണാൻ ശിഷ്യനെ. അപ്പോൾ പറഞ്ഞു, ഇന്നി അറ, ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല നിൻ്റെ ഹൃദയത്തിലേക്കൊരു പ്രകാശം ഇട്ട് തന്നിട്ടുണ്ട്. ഫലാ തുത്ഫിഉഹു ബിദുൽമത്തിൽ മഅസിയ, തെറ്റിൻ്റെ അന്ധകാരം കൊണ്ട് നീ ആ വെളിച്ചത്തെ കെടുത്തിക്കളയരുത്. ഉപദേശമാണ്, ശിഷ്യന് കൊടുത്ത ഉപദേശമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ അള്ളാഹു ഖുർആനും ഹദീസും സ്വീകരിക്കാൻ മാത്രം പാകപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ ഹൃദയത്തെ. തെറ്റുകൾ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ആ ഹൃദയത്തെ നീ കറുപ്പിക്കാൻ പാടില്ല. പിന്നെ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? ഖുർആനും ഹദീസും സ്വീകരിക്കാൻ കഴിയില്ല. ആ അവസ്ഥയിലേക്ക് എത്തും. വഅലൈക്കും അസ്സലാം. ആകെ മാറിപ്പിന്നുള്ളൂ. മാഷാ അല്ലാഹ്. അപ്പം അതാണ് അവസ്ഥ. രണ്ടാമത്തത്, അമലുകൾ ചെയ്യാൻ തൗഫീഖില്ലായ്മ. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ, ഹറാമുകൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ, നന്മകൾ ചെയ്യാൻ, അമലുകൾ ചെയ്യാൻ തൗഫീഖില്ലാതായി പോകും. എല്ലാ സൗകര്യവും ഉണ്ടാവും, എല്ലാ സാഹചര്യവും ഉണ്ടാവും. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നില്ല. എൻ്റെ കൂട്ടുകാരൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, എല്ലാവരും പള്ളിയിൽ ജമാഅത്തിനുണ്ട്, എൻ്റെ കൂടെ ഉള്ളവരാണ്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, എൻ്റെ കൂടെ വൈകുന്നേരം കളിക്കാൻ ഒരുമിച്ച് കൂടുന്ന ആൾക്കാരാണ് മൈതാനത്ത്. പക്ഷെ പള്ളിയിലെത്തുമ്പോൾ, ജമാഅത്തിനെത്തുമ്പോൾ ഞാൻ അവിടെ കൂടെ ഇല്ല. മറ്റുള്ള നന്മകളിൽ എനിക്ക് അവരുടെ കൂടെ കൂടാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഹൃദയം കറുത്തിരിക്കാൻ തെറ്റിൻ്റെ ഭാരം കൊണ്ട്. നന്മകൾ ചെയ്യാൻ തടസ്സമാക്കപ്പെടും. ഇമാം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലയോട് ഒരാൾ ചോദിച്ചു, ഞാൻ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയം തഹജ്ജുദിന് എഴുന്നേൽക്കുമെന്ന നിയ്യത്ത് എനിക്കുണ്ട്. ഞാൻ വെള്ളമൊക്കെ തയ്യാറാക്കി വെക്കും വുദൂ ചെയ്യാൻ, എല്ലാം തയ്യാറാക്കി വെച്ചിട്ടാണ് ഉറങ്ങാൻ പോവുക. പക്ഷെ എനിക്ക് എണീക്കാൻ കഴിയുന്നില്ല, തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്നില്ല. അല്ലേ? നമ്മളെല്ലാവരും ആഗ്രഹിക്കും നല്ലൊരു ജീവിതം, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന സുന്നത്തനുസരിച്ചുള്ള ജീവിതം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമുക്കെന്തില്ല, കഴിയുന്നില്ല, പൂർത്തിയാക്കാൻ കഴിയുന്നില്ല, ആഗ്രഹമനുസരിച്ച് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഞാൻ എല്ലാം തയ്യാറാക്കിയിട്ടാണ് കിടക്കുക, പക്ഷെ എനിക്ക് തഹജ്ജുദ് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അപ്പം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞ മറുപടി, ഖയ്യദത്ക ദുനൂബുക്, നിന്നെ പിടിച്ചു വെക്കുന്നത് നീ ചെയ്ത പാപഭാരങ്ങളാണ്. നീ ചെയ്ത പാപഭാരങ്ങളാണ് ആ അമലുകൾ ചെയ്യുന്നതിൽ നിന്നും നിന്നെ പിടിച്ചു വെക്കുന്നത്. മൂന്നാമത്തൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഹറാമുകൾ അധികരിച്ചാൽ പ്രിയമുള്ളവരെ റിസ്ക് തടയപ്പെടും. റിസ്ക് എന്ന് പറഞ്ഞാൽ
ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ആഖിറത്തിലേക്ക് വേണ്ടി ഒരുക്കി വെക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണോ അതും റിസ്ക്കിൽ പെടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അടിമ അവൻ ചെയ്ത തെറ്റിൻ്റെ കാരണമായിട്ട് അവൻ്റെ റിസ്ക് തടയപ്പെടും. മറ്റൊരായത്ത് അല്ലാഹു പറയാണ്, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബു ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. അല്ലാഹു പറഞ്ഞ വാക്കാണ്, വലൗ അന്ന അഹ്ലൽ ഖുറ, ആ നാട്ടുകാർ ആമനു വിശ്വസിച്ചിരുന്നെങ്കിൽ, വത്തഖൗ അവർ തഖ്വയുള്ളവരായിരുന്നെങ്കിൽ, വിശ്വസിക്കുകയും തഖ്വയുള്ളവരും ആവുകയാണെങ്കിൽ, ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാ, ആകാശത്തിൽ നിന്ന് ബർക്കത്തിൻ്റെ വാതിലുകൾ നാം അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു. നാനാഭാഗത്തും ബർക്കത്തായിരിക്കും, എല്ലായിടത്തും സുഖസൗകര്യങ്ങളായിരിക്കും, എവിടെയും അല്ലാഹു പ്രയാസപ്പെടുത്തൂല. പക്ഷെ അവർ എന്താക്കി? കദ്ദബു, പ്രവാചകന്മാരെ കളവാക്കി, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ അവർ കളവാക്കി നിഷേധിച്ചു. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ നിഷേധിച്ചതിൻ്റെ ഫലമായിട്ട്, അവർ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഫഅഖദ്നാഹും, നാം ഒരു പിടുത്തം അവരെ പിടിച്ചു, അള്ളാഹിൻ്റെ ശിക്ഷ ഇറങ്ങി. ഈ ആയത്ത് മനസ്സിലാകുന്നത് എന്താണ്? തഖ്വയുള്ളവരായി മുഅ്മിനീങ്ങളായാൽ ആകാശത്തു നിന്ന് എന്ത് ചെയ്യും? ബർക്കത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. നേരെ തിരിച്ച് തഖ്വയില്ലാതെ സൂക്ഷ്മതയില്ലാതെയാണ് ജീവിക്കുന്നതെങ്കിൽ ബർക്കത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടില്ല. നമുക്ക് മുമ്പിൽ പ്രയാസമായിരിക്കും, ദുനിയാവ് എപ്പോഴും പ്രയാസമായിരിക്കും, ഇടുക്കിക്കളയും ജീവിതം, ബർക്കത്തുണ്ടാവില്ല, വിശാലതയുണ്ടാവില്ല സമ്പത്തിൽ. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹു പറഞ്ഞ വാക്കാണ്, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്നവർ, സൂക്ഷ്മതയോടെ ജീവിക്കുന്നവർ, അവർക്ക് അള്ളാഹു എന്ത് ചെയ്യും? എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഒരു തുറവി, ഒരു വഴി അള്ളാഹു തുറന്നു കൊടുക്കും, ഒരു പരിഹാര മാർഗം അള്ളാഹു കാണിച്ചു കൊടുക്കും. അവൻ പോലും വിചാരിക്കാത്ത രീതിയിൽ അള്ളാഹു റിസ്ക് അവന് കൊടുക്കും, ദുനിയാവിൻ്റെ വിഭവങ്ങൾ അള്ളാഹു അവന് കൊടുക്കും. അതിന് നേരെ ഓപ്പോസിറ്റ് എന്താണ്? ശ്രദ്ധിച്ചില്ലെങ്കിൽ, തഖ്വയില്ലെങ്കിൽ റിസ്ക് തടയപ്പെടും, പ്രയാസപ്പെടും ദുനിയാവിൽ. അപ്പം ജീവിതത്തിൽ ആവർത്തിക്കുന്ന തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, തൗബ ചെയ്ത് പെട്ടെന്ന് മടങ്ങുക. കാരണം ചെറിയ ചെറിയ തെറ്റായിരിക്കും ആവർത്തിക്കപ്പെടുക, നമ്മൾ ശ്രദ്ധിക്കൂല, ഗൗനിക്കൂല. പക്ഷേ അത് ചെന്നെത്തുന്നത് എവിടെയാണ്? നമ്മുടെ ഹൃദയം കറുത്ത മാംസപിണ്ഡമായിട്ട് മാറും. അള്ളാഹുവിൻ്റെ ആയാത്തുകൾ സ്വീകരിക്കാൻ കഴിയാത്ത, റസൂലിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ കഴിയാത്ത, ഖുർആൻ്റെ ആയാത്തുകൾ കേട്ടാൽ ഒരു സ്വാധീനവും ചെലുത്താത്ത വെറും മാംസപിണ്ഡമായിട്ട് നമ്മുടെ ഹൃദയം മാറും. ആ ഒരു സംഭവത്തെ സംബന്ധിച്ചാണ് അള്ളാഹു ഖുർആനിൽ സൂറത്ത് യാസീൻ്റെ ഈ ആയത്തുകളിൽ സൂചിപ്പിച്ചത്. ഒരു ഹദീത്ത് അതിൻ്റെ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുക. സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്താണ്. സഹാബി പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിങ്ങനെ റസൂലിൻ്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞു, ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, സഹാബാക്കളെ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട, എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരെ സംബന്ധിച്ച് അള്ളാഹു എനിക്ക് വിവരം തന്നിട്ടുണ്ട്. അവരാരാണ്? യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാതി അംസാലി ജിബാലി തിഹാമത ബീള, തിഹാമ പർവ്വതത്തോളം അമലുകളുമായിട്ട് അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് അവർ നാളെ മഹ്ശറിലേക്ക്. തിഹാമ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത്. ഒന്ന്, ഒരു വലിയ പർവ്വതം, അല്ലെങ്കിൽ കുറേ പർവ്വതങ്ങൾ അടങ്ങിയൊരു സ്ഥലം. നമ്മളെ ഹിമാലയം പോലെ, ഹിമാലയം കുറേ മലകളല്ലേ, അതേപോലെ കുറേ മലകൾ അടങ്ങിയൊരു സ്ഥലം, അതാണ് തിഹാമ. അത്രത്തോളം അമലുകളുമായിട്ട് അള്ളാഹിൻ്റെ കോടതിയിലേക്ക് വളരെ ആശയോടെ, ആഗ്രഹത്തോടെ വരും. എന്തിന്? ഈ അമലുകളൊക്കെ അള്ളാഹു കൊടുത്ത് പകരം സ്വർഗം നേടിയെടുക്കാനുള്ള പ്രതീക്ഷയിലും ആശയിലും ആ അടിമ വന്ന് നിൽക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയജഅലുഹു അല്ലാഹു ഹബാഅൻ മൻസൂറ, അവൻ ഈ കൊണ്ടുവന്ന അമലുകളൊക്കെ അള്ളാഹു എന്ത് ചെയ്യും? കാറ്റിൽ പറത്തിക്കളയും, ഒന്നും സ്വീകരിക്കൂല. സഹാബാക്കൾക്ക് ചോദിക്കും, അല്ലാഹുവിൻ്റെ റസൂലെ, എന്തുകൊണ്ടാണ് അവരിങ്ങനെ ആയത്? ഇത്രയും നിർഭാഗ്യവാന്മാർ, ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടാത്ത ആൾക്കാർ. റസൂൽ പറയും, വലാകിൻ, അവർ നിങ്ങളുടെ കൂട്ടത്തിലാണ്, ഒമിന്നഹും മിൻ ഇഖ്വാനിക്കും വമിൻ ജിൽദത്തിക്കും, അവർ നിങ്ങളുടെ സഹോദരന്മാരാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് അറിയപ്പെടുന്നവരാണ്. പക്ഷേ അവർക്കൊരു സ്വഭാവമുണ്ട്, ഇദാ ഖലൗ ബി മഹാരിമില്ലാഹി ഇൻതഹഖൂഹ, അവർ രഹസ്യ ജീവിതത്തിൽ മാതാപിതാക്കളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ മാറി
തങ്ങളതായ രഹസ്യ ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ അള്ളാഹുവിനെ പേടിക്കാത്തവരാണ്, ഹറാമുകൾ ചെയ്യുന്നവരാണ്. അവർക്ക് എന്തെയില്ല, നാളെ ആഖിറത്തിൽ അവിടെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കൂല. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഹറാമുകൾ, ആ ഹറാം അവസാനം ചെന്നെത്തുന്ന എവിടെയാണ്? ഹിദായത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും തടയപ്പെടുന്നൊരവസ്ഥ. ഖുർആൻ്റെ ആയാത്ത് നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മാനസിക അവസ്ഥയിലേക്ക് നാം എത്തും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല യാസീൻ്റെ ഈ ആയത്തുകളിൽ പറയുന്നത്. അടുത്ത ആയത്ത് എന്താണ്? വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. വസവാഉൻ അലൈഹിം, അവർക്ക് സമമാണ്, പ്രവാചകരെ അവർക്ക് സമമാണ്. അഅൻദർതഹും, താങ്കൾ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലും, അം ലം തുൻദിർഹും, അല്ലെങ്കിൽ അവർക്ക് താങ്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിലും, ഫഹും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. ആണ് പ്രവാചകർ അവരുടെ പിറകെ അധികം പോണ്ട എന്നാണ് അള്ളാഹ് പറയുന്നത്. അവരുടെ പിറകെ അധികം പോണ്ട. കാരണം എന്താണ്? താങ്കൾ അവർ ഉപദേശിച്ചാലും, അവർക്ക് താക്കീത് നൽകിയാലും, താക്കീത് നൽകിയിട്ടില്ലെങ്കിലും ഫഹും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. അവർക്കത് രണ്ടും സമമാണ്. അപ്പം അവരുടെ പിറകെ അധികം സമയം കളയണ്ട എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ആയത്തുകൾ പറയുന്നത്. അത് പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ഹിദായത്ത് സ്വീകരിക്കാൻ മാത്രം ഉതകുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം. അതിനെന്ത് ചെയ്യണം? തെറ്റിൻ്റെ പാപക്കറകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഇല്ലാതാക്കണം. തൗബ ചെയ്ത്, ഇസ്തിഗ്ഫാർ ചെയ്ത്, തഖ്വയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി ജീവിച്ചാൽ പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആയാത്തുകൾ കേട്ടാൽ പെട്ടെന്ന് അത് മനസ്സിന് സ്വാധീനം ഉണ്ടാക്കും. ഹദീസുകൾ കേട്ടാൽ അത് മനസ്സിന് സ്വാധീനം ഉണ്ടാക്കും. ഇല്ലെങ്കിൽ ആയാത്തുകൾ കുറേ ഇങ്ങനെ കേൾക്കും, അതങ്ങ് പോകും. കുറേ ഹദീസുകൾ കേൾക്കും, പഠിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും, പക്ഷേ അതൊന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവരെ കൊണ്ട് കഴിയില്ല. അത് വലിയ അപകടമാണ്, അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണമാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബിദഅത്ത് ഏറ്റവും വലിയ തെറ്റല്ലേ? ഏറ്റവും വലിയ പാപം എന്നുള്ളത് ബിദഅത്താണ്. കാരണം ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം എന്താണ്? ബിദഅത്താണ്. തെറ്റുകളെക്കാൾ, മറ്റുള്ള മഅസിയത്തുകളെക്കാൾ ഇബ്ലീസിന് ഇഷ്ടം ബിദഅത്താണ്. കാരണം എന്താണ്? ബിദഅത്തിൻ്റെ ആള് അത് നല്ലതാണെന്ന് വിചാരിച്ചാൽ ചെയ്യുന്നത്, അവനിൽ തൗബ ഉണ്ടാവില്ല. പക്ഷെ മഅസിയത്ത് ചെയ്യുന്ന ആള്, അള്ളാഹിനെ ധിക്കരിക്കുന്ന ആള്, അവൻ ഏതൊരു സമയത്തും തൗബ ചെയ്ത് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. അപ്പം പിശാചിന്, ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം ഏതാണ്? ബിദഅത്താണ്. ആ ബിദഅത്ത് ചെയ്യുന്ന ആളും ഇങ്ങനെയാണ്. ബിദഅത്ത് ചെയ്ത് എന്ത് ചെയ്യും? പിന്നെ ഹക്കിൽ നിന്നും സുന്നത്തിൽ നിന്നും വിദൂരമായി പോകും. ഓരോ പ്രാവശ്യം ബിദഅത്ത് അവൻ്റെ ജീവിതത്തിൽ വരുന്നതനുസരിച്ച് സുന്നത്തിൽ നിന്നും ഹക്കിൽ നിന്നും അവൻ വിദൂരമായി പോയിക്കൊണ്ടേയിരിക്കും. ഏതുവരെ? നാളെ ആഖിറത്തിൽ റസൂലും അവർ ആട്ടി അടിക്കും, അല്ലേ? സുഹ്ഖൻ സുഹ്ഖ, വിദൂരമായി പോ. ഹൗദുൽ കൗസറിൻ്റെ അവിടുന്ന് റസൂലും അവരെ ആട്ടി ഓടിക്കും. ആ വിദൂരമാകാൻ അങ്ങനെ പോകും. അവസാനം കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. അവസാനം ചെന്നെത്തുന്ന എവിടെയാണ്? ഓൻ ചെയ്തത് എന്തിനാ? അള്ളാഹിലേക്ക് അടുക്കാൻ. എന്ത് മാർഗം? അള്ളാഹുലേക്ക് അടുക്കാൻ റസൂല് കാണിക്കാത്ത കുറേ കോപ്രായത്തങ്ങൾ ചെയ്തു വെച്ചു. റസൂല് കാണിക്കാത്ത കുറേ അമലുകൾ ഉണ്ടാക്കി, എന്നിട്ടത് ചെയ്തു അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ. പക്ഷെ അത് ചെന്നെത്തിക്കുന്നത് എവിടെയാണ്? ളലാലത്തിലാണ്. ആ ളലാലത്ത് ചെന്നെത്തുന്നത് നരകത്തിലാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയാണ്, ഇന്നമാ തുൻദിറു, പ്രവാചകരെ അങ്ങ് ഈ ഒരു വിഭാഗം ആൾക്കാർ അവരെന്ത് ചെയ്യണ്ട? അവരുടെ പിറകെ പോയി സമയം അധികം കളയണ്ട. മറിച്ച് താങ്കൾ ആർക്കാണ് മുന്നറിയിപ്പ് നൽകേണ്ടത്? മുന്നറിയിപ്പ് ഉപകാരപ്പെടുന്നവരാരാണ്? ഇന്നമാ തുൻദിറു, തീർച്ചയായും താങ്കൾ മുന്നറിയിപ്പ് നൽകണം. മനിത്തബഅ ദിക്റ, പ്രമാണങ്ങളെ പിൻപറ്റുന്നവൻ, വഹീനെ പിൻപറ്റുന്നവൻ, പ്രമാണങ്ങളെ, ഖുർആനെയും സുന്നത്തിനെയും പിൻപറ്റുന്നവർക്കാണ് താങ്കൾ ഉപദേശം നൽകേണ്ടത്. അവർക്കാണ് താങ്കൾ മുന്നറിയിപ്പ് നൽകേണ്ടത്. അവർക്കാണ് ആ മുന്നറിയിപ്പ് ഉപകാരപ്പെടുന്നത്. വഖശിയർ റഹ്മാന, അള്ളാഹുവിനെ പേടിക്കുന്നവരും, ഖശിയ പേടിക്കുക, വഖശിയർ റഹ്മാന, അള്ളാഹുവിനെ, റഹ്മാനായ അള്ളാഹുവിനെ പേടിക്കുകയും ചെയ്യുന്ന ആൾക്കാർ, ബിൽ ഗൈബി, അദൃശ്യമായിട്ട്, അള്ളാഹിനെ അവർ കണ്ടിട്ടില്ല, അദൃശ്യമായ രീതിയിൽ അള്ളാഹുവിനെ പേടിക്കുകയും പ്രമാണങ്ങളെ പിൻപറ്റുകയും ചെയ്യുന്നവർ, അവരെയാണ് പ്രവാചകരെ താങ്കൾ ഇന്നമാ തുൻദിറു, താങ്കൾ മുന്നറിയിപ്പ് നൽകേണ്ടത്. അവർക്കാണ് അത് ഉപകാരപ്പെടുക. നേരത്തെ പറഞ്ഞ കൂട്ടർക്ക് എന്തെയില്ല, അത് ഉപകാരപ്പെടൂല.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിലായിരിക്കണം എപ്പോഴും നാം ഉണ്ടാവുക. ഒരു ഖുർആൻ്റെ ആയത്ത് കേട്ടാൽ ഇത്ര നാളും വിചാരിച്ചതിനെതിരാണ് ആ ഖുർആൻ്റെ ആയത്ത് പറയുന്നതെങ്കിലും, ഇത്ര നാളും ഇതാണ് ഹക്ക് എന്ന് വിചാരിച്ച് നിൽക്കുകയാണെങ്കിലും, ഖുർആൻ്റെ ആയത്ത് എന്താണോ പറഞ്ഞത് അപ്പടി സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിനെ നാം പാകപ്പെടുത്തണം. ഇത്ര നാളും ഒരു കാര്യം ചെയ്തു, ഇതാണ് നല്ലതെന്ന് വിചാരിച്ച് ചെയ്തു, പിന്നീട് ഒരു സുപ്രഭാതത്തിൽ കേൾക്കുകയാണ് ഇന്ന ഹദീസ് ഉണ്ട് അത് തെറ്റാണെന്ന് പറയുന്ന, ഇന്ന ഹദീസ് ഉണ്ട് അതൊക്കെ പിഴച്ചതാണ്, ലലാലത്താണെന്ന് പറയുന്ന, അപ്പം തയ്യാറാണ് ആ ഹദീസിനെ സ്വീകരിക്കാൻ. അവിടെയാണ് ഒരു മുഅ്മിനിൻ്റെ മനസ്സ് വിജയിക്കുന്നത്. അപ്പോഴാണ് പിന്നെയാണ് ഖുർആനും ഹദീസും നമ്മുടെ മനസ്സിന് ഉപകാരപ്പെടുന്നത്. അല്ലെങ്കിൽ ആദ്യത്തെ ആൾക്കാരെ പോലെ ആയിപ്പോൾ ഇത്രയും കേട്ടാൽ ഉപകാരപ്പെടില്ല. അതുകൊണ്ട് ഇത്രയും നാൾ ഇതൊക്കെ ചെയ്തല്ലേ ചെയ്തത്, ഇതെന്താ പുതിയതായിട്ടൊരു ഹദീസ് നമ്മൾ ഇതുവരെ കേൾക്കാത്ത? നമ്മളെന്തെങ്കിലും കേട്ടാ? ആകെ അറിയുന്ന ഒരു 5 ഹദീസ് കേട്ടിട്ടുണ്ടാവും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ 1,00,000 ഹദീസ് ഹിഫ്ളാക്കിയിട്ടുണ്ട്. നമ്മൾ ആകെ കേട്ടതോ 5 ഹദീസ്, അതും സനത് ഫുള്ള് കേട്ടിട്ടുമില്ല. അതാണ് നമ്മുടെ അവസ്ഥ. എന്നിട്ടൊരു കാര്യം കേൾക്കുമ്പോൾ ഇതെന്താ പുതിയൊരു സാധനം, ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ, നമ്മളാരും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ കുറേ വർഷമായല്ലോ ചെയ്തു പോകുന്നത്. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണെങ്കിൽ ആദ്യം പറഞ്ഞ കൂട്ടത്തിലാണ്. എന്തില്ല, ഇനി കേൾക്കുന്ന ഖുർആനോ ഹദീസോ അവൻ്റെ മനസ്സിന് യാതൊരു സ്വാധീനം ഉണ്ടാക്കൂല. നേരെ മറിച്ച് ഒരു ഖുർആൻ്റെ ആയത്തുകൾ കേട്ടാൽ അത് ആ ഹക്കാണ്, അതിനപ്പുറം വേറൊരു ഹക്കില്ല. ഒരു സഹിഹായ ഒരു ഹദീത്ത് കേട്ടാൽ അതെന്താണോ പറയുന്നത് അത് ഉൾക്കൊള്ളാൻ മാത്രം മനസ്സിനെ പാകപ്പെടുത്തുക, എന്നാലേ ആ ഉപകാരം നമുക്കുണ്ടാവുള്ളൂ. ഖുർആൻ്റെയും ഹദീസുകളും ഉപകാരപ്പെടുന്നത് അങ്ങനെയുള്ളവർക്കാണ്. അങ്ങനെയുള്ളവർക്ക് റസൂലെ താങ്കൾ മുന്നറിയിപ്പ് നൽകുക എന്നാണ് എന്ത് ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഫബശ്ശിറുഹു, മാത്രമല്ല ഫബശ്ശിറുഹു, റസൂലെ അങ്ങനെയുള്ളവർക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. ആർക്ക്? ഖുർആൻ്റെ ആയത്തുകൾ കേട്ടാൽ മാറാൻ സന്നദ്ധരാകുന്നവർക്ക്, ഖുർആൻ്റെ ഹദീസുകൾ കേട്ടാൽ മാറാൻ സന്നദ്ധരാകുന്നവർക്ക്. ഇത്രകാലം ഇങ്ങനെയല്ല ചെയ്തത്, ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ, ഇതൊക്കെ പുതിയത് ആരോ ഉണ്ടാക്കിയതാണ്, പുതുതാണ് എന്ന് പറയുന്നതിന് പകരം അത് ഉൾക്കൊള്ളാൻ മനസ്സിനെ പാകപ്പെടുത്തുന്നവർ, അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നവർക്ക് അവർക്കുള്ളതാണ് ഫബശ്ശിറുഹു, റസൂലെ സന്തോഷ വാർത്ത അറിയിക്കുക അവർക്ക്. ബിമഗ്ഫിറത്തിൻ വ അജ്രിൻ കരീം, മാന്യമായ പ്രതിഫലവും മഗ്ഫിറത്തിൻ, അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള പാപമോചനവും ഉണ്ടെന്ന് അവർക്ക് പ്രവാചകരെ തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കും. വളരെ അക്കൂട്ടത്തിലാകണം നമ്മൾ. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മൾ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഖുർആൻ്റെ ആയാത്തുകൾ കേട്ടാൽ അത് ഉൾക്കൊള്ളാൻ മാത്രം നമ്മുടെ മനസ്സ് അള്ളാഹു പാകപ്പെടുത്തി തരട്ടെ. ഒരു ഹദീസ് കേട്ടാൽ അത് അമൽ ചെയ്യാൻ, അത് മനസ്സിൽ ഉൾക്കൊണ്ട് അമൽ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. കുറേ ആൾക്കാരുണ്ട്, എത്ര ഖുർആൻ്റെ ആയത്ത് ഓതി കൊടുത്താലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എത്ര ഹദീസുകൾ പറഞ്ഞാലും വേറെന്തൊക്കെയോ ന്യായങ്ങൾ പറഞ്ഞ് ആ ഹദീസിൽ നിന്ന് മാറിപ്പോവാൻ, വേറെന്തൊക്കെയോ ന്യായങ്ങൾ പറഞ്ഞ് ആ ഖുർആൻ്റെ ആയത്തിൽ നിന്ന് അവർ മാറിപ്പോവാൻ. പ്രിയമുള്ളവർ, അങ്ങനെ ആകരുത്. അള്ളാഹു കാക്കട്ടെ. നമ്മളെ മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹു മാപ്പാക്കി കൊടുക്കട്ടെ. ഇനി അങ്ങോട്ട് ഖുർആൻ കേട്ടാൽ, ഹദീസ് കേട്ടാൽ അതിനനുസരിച്ച് നമ്മുടെ ചിന്താഗതിയെയും നമ്മളെയും മാറ്റാൻ മാത്രം മാനസികാവസ്ഥ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആയത്തിൽ അത് പറയാണ്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആഥാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അതുവരെ ഒരു വലിയ ആ സംഭവം പൂർത്തിയാക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ആയത്തിലൂടെ ഒരു സംഭവം പൂർത്തിയാക്കണം, പിന്നെ അവിടെ അങ്ങോട്ട് വേറൊരു സംഭവം തുടങ്ങുകയാണ്. ഇന്നാ നഹ്നു, തീർച്ചയായും നാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് തീർച്ചയായും നാം, നുഹ്യിൽ മൗത, മരണപ്പെട്ടവരെ ജീവിപ്പിക്കും, മരിച്ചവരെ ജീവിപ്പിക്കും, എല്ലാവരും അല്ലാഹു കൊണ്ടുവരും. വനക്തുബു, ജീവിപ്പിക്കുക മാത്രമല്ല, വനക്തുബു മാ ഖദ്ദമു, വനക്തുബു നാം രേഖപ്പെടുത്തും, വനക്തുബു നാം രേഖപ്പെടുത്തും, മാ ഖദ്ദമു അവർ ജീവിതകാലത്ത് ആഖിറത്തിന് വേണ്ടി ചെയ്തു വെച്ച കാര്യങ്ങൾ, ജീവിതകാലത്ത് ആഖിറത്തിന് വേണ്ടി ചെയ്തു വെച്ച കാര്യം, മുൻകൂട്ടി ചെയ്തതെന്നർത്ഥം. ഖദ്ദമു മുൻകൂട്ടി ചെയ്തു വെച്ചത്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ അമലുകൾ ചെയ്തു വെക്കുന്നതിനാ മരണത്തിന് ശേഷം ആഖിറത്തിൽ ഉപകാരപ്പെടാൻ. അപ്പോൾ മുൻകൂട്ടി ചെയ്യാണ്, അന്നത്തെ ഒരു ദിവസത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഇന്ന് മുൻകൂട്ടി ചെയ്യാണ്. അങ്ങനെ നാം മുൻകൂട്ടി ചെയ്തു വെച്ചതിന് അല്ലാഹു രേഖപ്പെടുത്തും. അതുമാത്രമല്ല വആഥാറഹും, അവർ ബാക്കി വെച്ചതും, മരണത്തിന് ശേഷം
അവർ ബാക്കി വെച്ചതും അള്ളാഹു രേഖപ്പെടുത്തും. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു, എല്ലാ കാര്യങ്ങളും നാം രേഖപ്പെടുത്തിയിരിക്കുന്നു, സൂക്ഷ്മമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫി ഇമാമിൻ മുബീൻ, വ്യക്തമായ ഒരു മൂലരേഖയിൽ, വ്യക്തമായ ഒരു രേഖയിൽ എല്ലാ കാര്യങ്ങളും അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. ഇത് വിശദീകരിക്കാൻ കുറേ ഉണ്ട്. ഒന്ന്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, മരണപ്പെട്ടവരെ നാം ജീവിപ്പിക്കും. അഥവാ അതിലാർക്കും തർക്കമില്ല, മുഅ്മിനീങ്ങൾക്കാർക്കും അതിൽ തർക്കമില്ല. ഒരു ദിവസം എന്ത് ചെയ്യണം? അള്ളാഹിൻ്റെ കോടതിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യമായി ഖബർ പൊട്ടി പുറത്തേക്ക് വരുന്നത് ഞാനായിരിക്കും. അള്ളാഹിൻ്റെ റസൂലാണ്. ബാക്കി എല്ലാവരും അതിന് പിറകെ വരും. എല്ലാവരും അള്ളാഹിൻ്റെ കോടതിയിൽ ഹാജരാകും. എന്നിട്ട് അള്ളാഹ് പറയാൻ, വനക്തുബു, നാം രേഖപ്പെടുത്തും, എന്ത്? മാ ഖദ്ദമു, അവർ ചെയ്തു വെച്ച അമലുകൾ. നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്നും അള്ളാഹു അറിയാതെ പോയിട്ടില്ല. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ, ഒന്നും അറിയാതെ പോയിട്ടില്ല. അള്ളാഹ് പറയാൻ, ഒരു ഖുദ്സിയായ ഹദീസ്, യാ ഇബാദി ഇന്നമാ ഹിയ അഅമാലുക്കും, നാളെ ആഖിറത്തിൽ എന്ത് ചെയ്യും? നമ്മൾ ചെയ്ത അമലുകൾ അള്ളാഹു ഇങ്ങനെ കാണിച്ചു തരും. എന്നിട്ട് പറയും, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നമാ ഹിയ അഅമാലുക്കും, ഇത് നിങ്ങളുടെ അമലുകളാണ്, നിങ്ങൾ ചെയ്തു വെച്ച അമലാണ്. നന്മയുണ്ടാവും, തിന്മയുണ്ടാവും, എല്ലാം ഉണ്ടാവും. നമ്മൾ പറഞ്ഞതുണ്ടാവും, കേട്ടതുണ്ടാവും, കണ്ടതുണ്ടാവും, ചെയ്തതുണ്ടാവും, ഒക്കെ അതിലുണ്ടാവും. തവറൻ ഉഹ്സിഹാലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാനത് രേഖപ്പെടുത്തി. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ. ഉഹ്സിഹാലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാനത് രേഖപ്പെടുത്തി. നമ്മൾ ചെയ്ത് മറന്നു, അതിൻ്റെ ആ സുഖം കിട്ടി, നമ്മളത് മറന്നു, നമുക്ക് ഓർമ്മ തന്നെയില്ല അങ്ങനെ ചെയ്തത്. പക്ഷെ ഒന്നൊഴിയാതെ അള്ളാഹിൻ്റെ കോടതിയിലേക്ക് വരും. എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉഹ്സിഹാലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാനത് രേഖപ്പെടുത്തി വെച്ചു. എന്തിന്? സുമ്മ ഉവഫീക്കും ഇയാഹ, അതനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നന്മയുണ്ടെങ്കിൽ നന്മയായി കിട്ടും, തിന്മയാണെങ്കിലോ അതിനനുസരിച്ച് തിന്മയായിരിക്കും പ്രതിഫലമായിട്ട് കിട്ടുക. എന്നിട്ടുള്ള പറയാണ്, ഫമൻ വജദ ഖൈറൻ ഫല്യഹ്മദില്ലാഹ്, ആ നന്മ തിന്മകൾ എഴുതിയ കിതാബിൽ ആരാണോ നന്മകൾ അധികരിച്ച് കാണുന്നത്, ഫല്യഹ്മദില്ലാഹ്, അവൻ അള്ളാഹുവിനെ സ്തുതിക്കുക. അത് അള്ളാഹിൻ്റെ വലിയ തൗഫീഖാണ്. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാളെ ആഖിറത്തിൽ നമ്മുടെ നന്മ തിന്മകൾ എഴുതിയ കിതാബ് കയ്യിൽ തരുമ്പോൾ അതിൽ ഖൈർ, നന്മകൾ അധികമായി കിട്ടുന്ന ഭാഗ്യവാന്മാരായ അടിമകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു നമ്മുടെ പിതാക്കന്മാർ, ഉമ്മമാർ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, എല്ലാവരെയും അള്ളാഹു അക്കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അവിടെ എങ്ങാനും പരാജയപ്പെടുത്താൽ പിന്നെ കാലാകാലത്തേക്ക് തിരിച്ചു നോക്കണ്ട പരാജയം. നമ്മുടെ ദുനിയാവിൽ നിന്ന് എത്ര പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യും? ഒരു ദിവസം തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയെങ്കിലും ഉണ്ടാവും. പക്ഷെ അവിടെയോ പരാജയപ്പെട്ടാൽ കഴിഞ്ഞു, പിന്നില്ല. അള്ളാഹു കാക്കട്ടെ.